ഒരു കാർ വാഷ് സിസ്റ്റമാണ്. ഞാനിതിനകത്ത് കയറിയിട്ടില്ല. ഞാൻ ഈ ഹാൻഡ് വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാർ വാഷ് പല ടൈപ്പ് ഉണ്ട്. സെൽഫ് സർവീസ് ഉള്ളതുണ്ട്, ഓട്ടോ കാർ വാഷ് ഉണ്ട്, ഹാൻഡ് കാർ വാഷ് ഉണ്ട്. ഞാനിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഓട്ടോ കാർ വാഷാണ്. വണ്ടി മുഴുവൻ കഴുകിത്തരുന്ന സാധനം. നമ്മുടെ അടുത്തുള്ള കാർ വാഷ് ലൊക്കേറ്റർ കണ്ടുപിടിക്കാനുള്ള സർവീസുകൾ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും സോഫ്റ്റ് ടച്ച് ബ്രഷസ് ആയിട്ടുള്ള സംഭവം കണ്ടുപിടിക്കുക. ഇല്ലെങ്കിൽ ബോഡിയിൽ കൂടുതൽ പോറിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇത്രയും മാത്രമാണ്. നമ്മളൊരു കാർ വാഷ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ പേ ഔട്ട് മെത്തേഡുണ്ട്. ഒരു കാഷറായിട്ടോ അല്ലെങ്കിൽ മെഷീനായിട്ടൊരു സംഭവം കാണും, കൗണ്ടർ കാണും. അവിടെ നമ്മൾ പേ ചെയ്ത് ഈ പറഞ്ഞ പേയ്മെൻറ്റ് ആദ്യമേ തന്നെ പേ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ലൈനപ്പിലോട്ട് വണ്ടി കയറ്റിയിടുന്നതിന് കുറച്ച് റൂളുകളുണ്ട്. വണ്ടി ചുമ്മാ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കയറ്റാൻ പറ്റത്തില്ല. നമുക്ക് സിനിമയ്ക്കകത്ത് കാണുന്നില്ല. അതിനൊരു സ്റ്റൈലുണ്ട്. ചില കാർ വാഷുകളുടെ മുമ്പ് ഭാഗത്തൊരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം കാണും. എന്നിട്ട് അവർ തന്നെ ഒരു ഗൈഡൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട് ടയർ ഇന്ന ലൈനിൽ നിൽക്കണം, ഇന്ന പോലെ തന്നെ കയറി നിൽക്കണം, എങ്ങനെ ആ ലൈനപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഗൈഡൻസ് എക്സാക്ട്ലി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് കയറി എഫക്റ്റീവായിട്ട് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അവർ ചില സിസ്റ്റംസ് നമ്മളെ കയറ്റി വിടത്തുമില്ല അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. ഓട്ടോമാറ്റിക് കാർ വാഷുകൾ എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും ആദ്യം ഓർക്കേണ്ട സാധനം, ഒരൊറ്റ വിൻഡോ ആയിട്ട്, ഇപ്പം ഓപ്പൺ റൂഫ് ആയിക്കോട്ടെ, വിൻഡോ ആയിക്കോട്ടെ, ഡോറുകളായിക്കോട്ടെ, ഒരു കാരണവശാലും വെള്ളം അകത്ത് കയറാത്ത രീതിയിൽ അടച്ചു വെക്കണം. കാരണം ഒരിക്കൽ വെള്ളം കയറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാർ തുറക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അതുപോലെ വെള്ളം അകത്തോട്ട് ലീക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കും. അത്ര ഫാസ്റ്റായിട്ടുള്ള സ്പ്രേ ആണത്. കുട്ടീസ് അങ്ങനെ ആരെങ്കിലും വണ്ടിക്കകത്തുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ചൈൽഡ് ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കരുത്. പിന്നെ ഒരിക്കൽ കറക്റ്റ്ലി പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും എഞ്ചിൻ ഓഫ് ചെയ്യാൻ. അപ്പം മാത്രം എഞ്ചിൻ ഓഫ് ചെയ്യുക. അതുപോലെ വൈപ്പേഴ്സ് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക. ഒരിക്കലും വൈപ്പേഴ്സ് ഓൺ ചെയ്ത് വെക്കരുത്. കാരണം വൈപ്പർ ആ ബ്രഷിൻ്റെ കൂടുതൽ അങ്ങോട്ടിട്ട് അനങ്കളയും, പിന്നെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ ഒരിക്കൽ കയറി കഴിഞ്ഞാൽ അന്നേരം മാനുവൽ കാറാണെങ്കിൽ ന്യൂട്രൽ ഇട്ടിടുക, വണ്ടി ഓഫ് ചെയ്തു ന്യൂട്രൽ ഇട്ട് വിടുക. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കാറാണെങ്കിൽ പാർക്ക് എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വെക്കുക. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഈ ബ്രഷുകൾ ഇങ്ങനെ 4 ചുറ്റും കിടന്ന് ഓടി ഈ കാർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. മുകളിലും താഴെ സൈഡിലും എല്ലാം ഈ റോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ കാർ ക്ലീൻ ആവും. ഇറങ്ങിപ്പോകുന്നിടത്തൊരു ഡ്രയറുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഉണ്ട്. ആ ഡ്രയർ നമ്മളെ കാറിനെ ഡ്രൈ ചെയ്ത് തരും, ബോഡിയെ കംപ്ലീറ്റ് ഡ്രൈ ചെയ്ത് തരും. അവിടെ വെയിറ്റ് ചെയ്യുക. അവർ സിഗ്നലിന് വെയിറ്റ് ചെയ്യുക, ഇറങ്ങിപ്പോകാൻ വേണ്ടി. ഒരു എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ കിട്ടുന്നോളം വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇത് പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ വണ്ടി റോൾ ചെയ്ത് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നൊരു ഫീലിംഗ് വരും. പേടിക്കേണ്ട, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത് മാക്സിമം സംഭവിക്കുന്ന ഈ സിസ്റ്റം ഫെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് കുടുങ്ങി നിൽക്കത്തേ ഉള്ളൂ. അതിന് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ തന്നെ വന്ന് ഓപ്പൺ ചെയ്ത് നമ്മളെ ഇറക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. അത് ബ്ലോവർ വെച്ച് ആദ്യമേ ഉണക്കിക്കൊണ്ട് വന്ന് അത് കഴിഞ്ഞ് എന്നിട്ട് വലിച്ചോണ്ട് പോകും. ഡ്രൈവ് ചെയ്ത് ഇറങ്ങുന്നതാണ്. ഇറങ്ങി ഒരു വണ്ടി വെളിയിലോട്ട് അടിപൊളി, സൂപ്പർ.